ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയാതെ ഇതൊക്കെ സ്വാഭാവികമായി നമ്മിൽ വളർത്തിയെടുക്കേണ്ട ക്യാരക്ടേഴ്സ് ആണ് ഇതെല്ലാം. അതുകൊണ്ട് ദൈവമക്കളായ നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ അനേകരെ ക്രിസ്തുവിങ്കലേക്കും നമ്മിലേക്കും നയിക്കുവാൻ നമുക്ക് സാധിക്കണം. ഞാൻ ഈ സെഷനിൽ ചില കാര്യങ്ങൾ കൂടെ പറയട്ടെ. നേരത്തെ ദൈവദാസൻ പ്രസംഗിച്ച വിഷയവും ദൈവത്തിന് കൊടുക്കുക എന്നതും എൻ്റെ ഈ വിഷയവുമായിട്ട് ഞാനൊന്ന് ബന്ധിപ്പിക്കട്ടെ. ഈ വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാതെ അറിയാമല്ലോ. നമുക്ക് ഒരുമിച്ച് പറയാം. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യണം. കൊടുക്കാൻ സമയമാകുമ്പോൾ ദൈവത്തോട് ചോദിക്കണം. ചിലപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും അല്പം തുക കൊടുക്കുന്നിടത്ത് കൂടുതൽ കൊടുക്കാനായിട്ട് ദൈവാത്മാവ് പറയും. ചില സമയത്ത് അതിന്റെ ഓപ്പോസിറ്റും ഉണ്ട്. ഞങ്ങളുടെ അനുഭവം പറയുക, ഞാനും എൻ്റെ വൈഫും ഒരു റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ട കാര്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞാൽ, ഞങ്ങൾ രണ്ടുപേരും അതേ വിഷയത്തിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം പറയും എത്ര കൊടുക്കണമെന്ന്. അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് ചോദിക്കും, സഹോദരി എത്ര കൊടുക്കേണ്ടത്? അപ്പൊ എന്നോട് ഇങ്ങോട്ട് ചോദിക്കും എത്ര കൊടുക്കേണ്ടത്. The amount will be the same because there is the Spirit of God who is working behind both of our prayers. ഞങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് പറയും ഇത്ര കൊടുക്കാൻ. ചില സമയത്ത് എന്നോട് ദൈവാത്മാവ് പറയും കൊടുക്കണ്ട. എന്തുകൊണ്ടാ? somebody else is going to take care of that matter. അല്ലെങ്കിൽ ആ വ്യക്തി അവിശ്വസ്തനായിരിക്കാം. ദൈവനാമത്തിൽ ചെലവഴിക്കേണ്ട പൈസ അവിടെ കൊടുക്കേണ്ടതായിരിക്കില്ല. ദൈവത്തിന് വേറെ ഏതെങ്കിലുമൊക്കെ വഴികൾ കാണാം. അപ്പൊ എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടതും ചെയ്യേണ്ടതുമായ ഒരു പരമപ്രധാനമായ കാര്യമാണ് in the matter of giving always seek the Lord. അതിൽ മാത്രമല്ല, എന്നാൽ അതിലും ദൈവത്തോട് പ്രാർത്ഥിക്കാതെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് കൊടുക്കരുത്. എന്നാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയുന്നത് അതുപോലെ അനുസരിക്കുകയും വേണം. Praise the Lord. Praise the Lord. That is also important. ഞാൻ അതിന്റെ ഉദാഹരണങ്ങളൊന്നും പറയുന്നില്ല. ഞാൻ മുമ്പോട്ട് നീങ്ങട്ടെ. വേദപുസ്തകത്തിൽ അനേകം ദൈവദാസന്മാർ വളരെ പ്രാർത്ഥനാ വീരന്മാരായിരുന്നതിനെ കുറിച്ച്, ഏലിയാവിനെ പോലുള്ള പ്രാർത്ഥനാ വീരന്മാരെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ട്. ദാനിയേലിന്റെ പ്രാർത്ഥന, യേശുവിന്റെ പ്രാർത്ഥന, ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ നമ്മൾ ഈ ഉപവാസ പ്രാർത്ഥനകളിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നവരായതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾ വളരെ അധികം കേട്ടിട്ടുള്ളവരാണ്. ഞാൻ വേറൊരു ലൈനിലൂടെയാണ് എൻ്റെ മുമ്പിലുള്ള സമയം വേഗത്തിൽ ചിലവഴിക്കാൻ പോകുന്നത്. Men of God become extraordinary. Ordinary people become extraordinary in the presence of God. ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി നീ നിന്നെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ, നീ ഒരു സാധാരണ വ്യക്തിയായിരിക്കാം, ദൈവം നിന്നെ അസാധാരണ വ്യക്തിയാക്കി മാറ്റും. Oh, praise the Lord. Praise the Lord. ഞാൻ ഈ വേദപുസ്തകത്തിലെ 2 ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുന്നു. ഏലിയാവ്, ഞാൻ പറഞ്ഞ പോലെ ഒരു മഹാനായ മനുഷ്യൻ. അദ്ദേഹം ശുശ്രൂഷ ചെയ്യുമായിരുന്നു. എൻ്റെ ഇന്നത്തെ മെസ്സേജിൽ ഒട്ടുമുക്കാലും അനുഭവിക്കുന്ന ദൈവദാസന്മാരായിരിക്കും എന്ന് കേട്ടതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള ഒരു ലൈനിലാണ് ഇന്ന് നീങ്ങുന്നത്. ചില സജഷൻസ് ഒക്കെ പറയുന്നത്. ഏലിയാവ് പ്രാർത്ഥന മനുഷ്യനായിരുന്നു, നമുക്കറിയാം. അദ്ദേഹവും പുതിയ നിയമത്തിലെ ഫിലിപ്പോസ്, ഇവ രണ്ടുപേരും
അവർക്കൊരു കോമൺ ഫാക്ടർ ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? രണ്ടുപേരും പവർഫുൾ ആയിട്ട് ദൈവത്തിന് വേണ്ടി ജീവിച്ചവരാണ്. ഒരുപാട് പ്രാർത്ഥിക്കുന്നവരൊക്കെ ആയിരുന്നു. രണ്ടുപേരുടെയും ചരിത്രമൊന്നും എടുത്ത് വിശദീകരിക്കുന്നില്ല. പക്ഷെ രണ്ടുപേരും ശുശ്രൂഷിക്കുന്നവരായിരുന്നു, ഇവാഞ്ചലിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നവരായിരുന്നു. എന്നോട് പറഞ്ഞാൽ ദൈവം അയക്കുന്നിടത്തൊക്കെ പോയി ശുശ്രൂഷിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു ഇവർ രണ്ടുപേരും. ഇവാഞ്ചലിസ്റ്റിന് പാസ്റ്റേഴ്സിനേക്കാൾ കുറച്ചുകൂടെ ഒരു ബെറ്റർ നീഡുണ്ട്. തക്ക സമയത്ത് എല്ലായിടങ്ങളിലും ചെന്നെത്തണം. ദൈവം അവരെ ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കും. ദൈവം പറഞ്ഞയക്കുന്ന ദൈവമാണ്. ദൈവം അങ്ങനെ പറഞ്ഞയക്കുമ്പോ എവിടെ നമുക്ക് ശുശ്രൂഷയ്ക്ക് ആവശ്യമുണ്ടോ അവിടെ വേഗത്തിൽ ചെന്നെത്തണം. അപ്പൊ അതുകൊണ്ട് അവരുടെ വാഹന സൗകര്യം അന്ന് ലോകത്തിൽ ആർക്കുമില്ലായിരുന്ന ഒരു വാഹന സൗകര്യം ഇവർക്ക് രണ്ടുപേർക്കും ഏർപ്പെടുത്തി കൊടുത്തതായിട്ട് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. എന്താണെന്നറിയാമോ? They used to get flights. അവരന്ന് ഫ്ലൈറ്റ് എടുത്ത് പോവായിരുന്നു. ഫ്ലൈറ്റ് ആരും കാണില്ല, ദൈവം മാത്രമേ കാണുള്ളൂ. പക്ഷേ ദൈവം അവരെ ഒരിടത്ത് നിന്ന് ഉയർത്തി മറ്റൊരു സ്ഥാനത്ത് കൊണ്ടെത്തിക്കും. ഏലിയാവിന്റെ ജീവിതത്തിൽ അതൊരു ഫ്രീക്വന്റ് ഇവന്റ് ആയിരുന്നു. കാര്യം പ്രവാചക ശിഷ്യന്മാർ പിന്നെ പറയുന്നുണ്ട്, സ്തോത്രം, ഞാൻ അങ്ങോട്ട് പോകുമ്പം സ്തോത്രം ഒരുപക്ഷെ ഇദ്ദേഹത്തെ അടുത്ത് വേറെ വല്ലതും കൊണ്ടുപോയാൽ അദ്ദേഹത്തിന് അറിയാം അങ്ങനെ ഒരു ഫ്രീക്വന്റ് കാര്യം ഏലിയാവിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടായിരുന്നെന്ന്. ഞാൻ പറയുന്നത്, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ അസാധാരണ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്തു തന്ന് മനുഷ്യരാരും പ്രതീക്ഷിക്കാത്ത നിലവാരങ്ങളിൽ ഉന്നതികളിൽ ദൈവം നിങ്ങളെ പറക്കുമാറാക്കും. Praise the Lord.